ജോഷ്ല, ഗുഡ് മോർണിംഗ്. പച്ചിലക്കാട് പ്രദേശത്ത് വലിയ ആശങ്ക പരത്തുകയാണ് ഈ കടുവയുടെ സാന്നിധ്യം. അതിനെ പിടികൂടുന്നതിനുള്ള നടപടികൾ വനം വകുപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? മനു, പച്ചിലക്കാട് പടിക്കം വയലിലാണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. കടുവ ഇപ്പോഴും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. 5 ക്യാമറകൾ ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണി മുതൽ വീണ്ടും തെരച്ചിലിനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇറങ്ങി തുടങ്ങും. 3 സംഘങ്ങളായാണ് വനംവകുപ്പ് തിരച്ചിൽ നടത്തുക. നോർത്ത് വയനാട് DFOമാരുടെ നേതൃത്വത്തിലും വൈൽഡ് ലൈഫിന്റെ നേതൃത്വത്തിലും RRT സംഘം ഈ പരിശോധനയ്ക്കായി ഇറങ്ങും എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ മുതൽ കടുവ വനപാലകരുടെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. എന്നാൽ ഇതുവരെ കടുവ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, മൃഗങ്ങളെ അടക്കം ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസത്തിലാണ്. ഇത് ജനവാസ മേഖലയാണ്. കണിയാമ്പറ്റ പനമരം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ വരുന്ന ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ഏറെ ആശങ്ക പടർത്തിയത്. എന്നാൽ വനപാലകരുടെ നിരീക്ഷണത്തിലായതിനാൽ അത്രയേറെ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ്. ദേശീയ കടുവാ പരിപാലന അതോറിറ്റിയുടെ പരിധിയിൽ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നോർത്ത് വയനാട് DFO സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ അടുത്ത നീക്കങ്ങളെല്ലാം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും കടുവയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വെപ്രാളത്തിനോ അല്ലെങ്കിൽ വലിയൊരു ആശങ്കയ്ക്കോ ഇപ്പോൾ നിലവിൽ ഉള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് DFO അടക്കം രാവിലെ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും സ്വാഭാവികമായും ജോഷ്ല, കടുവ പോലുള്ള മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ നാട്ടിലെ മനുഷ്യർക്ക് വലിയ ആശങ്കയുണ്ടാകും. അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിനുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മയക്കുവെടി വയ്ക്കുന്ന കാര്യങ്ങളടക്കം ആലോചനയിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അധികൃതർ നമ്മളോട് പറയുന്നത് എന്താണ്? അടുത്ത ഘട്ടം എന്ന് പറയാനുള്ളത് കൂടുകൾ സ്ഥാപിക്കും എന്നുള്ളതാണ്. മയക്കുവെടി വെക്കുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കാറായിട്ടില്ല. കാരണം നിരുപദ്രവകാരിയായ ഒരു കടുവയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വനപാലകരുടെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് തന്നെ അത് കാട്ടിലേക്ക് കയറി പോവുകയാണെങ്കിൽ അങ്ങനെ പോകട്ടെ എന്നുള്ളത് തന്നെയാണ്. അടുത്ത ഘട്ടത്തിൽ അത് തിരികെ വരികയോ മറ്റോ ആണെങ്കിൽ മാത്രമേ മയക്കുവെടിയെക്കുറിച്ചോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നതിനെ കുറിച്ചുള്ള ആലോചിക്കുകയുള്ളൂ. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കൂടുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. 5ഓളം ക്യാമറകൾ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സർവേലൻസ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഘട്ടത്തിൽ വീണ്ടും കടുവ കാട്ടിൽ നിന്ന് വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമോ വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനോ ഉള്ള തീരുമാനം ഉണ്ടാകൂ എന്നുള്ളതാണ് DFO ഞങ്ങളെ രാവിലെ അറിയിച്ചിരിക്കുന്നത്.